ഇന്ന് നമുക്ക് കൂൺ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റുള്ള ഗ്രേവിയോട് കൂടിയ ഒരു മസാല കറി ഉണ്ടാക്കാം. ആദ്യം ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായ ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് മീഡിയം സൈസിലെ സവോള ചെറിയതായിട്ട് അരിഞ്ഞതാണ് അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ് അത് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് നെടുകെ പൊളന്നതും ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവോളയൊക്കെ ഒന്ന് വഴണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ പാകത്തിന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യമായ മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇതും ചേർത്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം നന്നായി മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഒന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നല്ലതായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ കൂണാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മസാലയായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. കൂണിനകത്തുനിന്ന് ധാരാളം വെള്ളം ഇറങ്ങുന്ന കാരണം ഇതിനകത്തേക്ക് ഞാൻ അല്പം പോലും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി ഇതിനകത്തുനിന്ന് വെള്ളം ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് തുറന്ന് നോക്കാം. കൂടിനകത്തുനിന്ന് ധാരാളം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് വെള്ളം പറ്റി ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. ഇപ്പം നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ പറ്റി പാകമായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മഷ്റൂം മസാല ഇവിടെ തയ്യാറായിരിക്കുന്നു.